الحمد لله الحمد لله رب العالمين. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فيا أيها الناس أوصيكم وإياي نفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, സ്നേഹനിധികളായ മാതാപിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയമുള്ള കുട്ടികളെ, ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തും അനുധാവനം ചെയ്ത് തഖ്വയും ഈമാനും ഇഖ്ലാസുമുള്ള ഖുർആൻ പറഞ്ഞ മുസ്ലിമീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അങ്ങനെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇസ്ലാമിക കലണ്ടർ അനുസരിച്ച് ഒരു പുതിയ വർഷത്തിലാണ് നാം ഉള്ളത്. ഇസ്ലാമിക കലണ്ടർ ഹിജ്റ കലണ്ടർ എന്ന പേരിലാണ് അറിയപ്പെടുക. 1448 ഇസ്ലാമിക കലണ്ടറിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ആ ഇസ്ലാമിക കലണ്ടറിലെ ഒന്നാമത്തെ മാസമാണ് മുഹറം. മുഹറത്തിലാണ് ഉള്ളത്. ആ മുഹറത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് ഇന്ന്. ഇടയിൽ ഓർമ്മപ്പെടുത്തുന്നു, വെള്ളിയാഴ്ചയാണ്. വെള്ള വസ്ത്രമൊക്കെ ആകാം, നല്ലതാണ്. വെള്ളവസ്ത്രം എന്നത് രാഷ്ട്രീയ പരിപാടിക്കും
കല്യാണങ്ങൾക്കും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ള ഇഷ്ടപ്പെട്ടിരുന്നു, ധരിച്ചിരുന്നു. അപ്പൊ ഒരു ഉടുപ്പും മുണ്ടുമൊക്കെ വെള്ളിയാഴ്ചക്ക് വേണ്ടി തയ്യാറാക്കാം. ഏതായാലും നിങ്ങളെ കളർ ധരിച്ചാലും ധരിച്ചില്ലെങ്കിലും പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ വെള്ള ധരിച്ചേ കൊണ്ടുപോകും. ആ ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവണം. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ള ധരിച്ച് മാത്രമാണ് നിന്നിട്ടുള്ളത്. കളറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് സാന്ദർഭികമായി. ഇടയിൽ ഓർമ്മപ്പെടുത്തിയത് മാത്രം. അല്ലാഹു ആ സുന്നത്തിനെ പാലിക്കാൻ ഈമാൻ നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് മുഹറം പവിത്രമായ മാസമാണ്. നഹസുമില്ല. ആ മുഹറത്തിൽ ആഘോഷങ്ങളുമില്ല, അനാചാരങ്ങളുമില്ല. അതാണ് നമ്മുടെ ചർച്ച. വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറ അത്തൗബയിലെ 36-ാമത്തെ വചനമാണ് ആദ്യമായി കേൾപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. ഇന്ന ഇദ്ദത്തശ് ശുഹൂർ, മാസങ്ങളുടെ എണ്ണം കണക്കാക്കിയിരിക്കുന്നത്, എണ്ണിയിരിക്കുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ 12 ശഹ്റൻ, അത് 12 മാസമാണ്. അറബിയായാലും മലയാളമായാലും ഇംഗ്ലീഷായാലും എല്ലാം അല്ലാഹു തആല മാസങ്ങളെ 12ആയി തിരിച്ചിട്ടുണ്ട്. ചാന്ദ്രമാസമെന്നും സൗരമാസമെന്നും ശാസ്ത്രീയമായി വിശേഷിപ്പിക്കാം. കിതാബില്ല, അല്ലാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആനിൽ മാസങ്ങളെ 12ആയി തിരിച്ചിട്ടുണ്ട്. എന്ന് മുതൽക്കാണത്? യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ. ഖുർആനാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ മാസങ്ങൾ 12 ആവണം എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി മുതൽ ഡിസംബർ വരെയും, മുഹറം മുതൽ ദുൽഹജ്ജ് വരെയും, പിന്നീട് മലയാള മാസങ്ങൾ. എന്നിട്ട് അള്ളാഹു പറയുന്നു, മിൻഹാ, ആ 12 മാസങ്ങളിൽ നിങ്ങൾ അറിയണേ, അർബഅത്തുൻ ഹുറും, 4 മാസം പവിത്രമാണ്. അല്ല, അർബഅത്തുൻ ഹുറും, 4 മാസം യുദ്ധം ഹറാമായ മാസമാണ്. അതായിരിക്കാം ഇറാനുമായുള്ള വെടിനിർത്തൽ ഒപ്പുവെച്ചത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സമാധാനം നൽകുമാറാവട്ടെ. കാരണം മുഹറം യുദ്ധം ഹറാമായ മാസമാണ്. മുഹറം സംഘട്ടനങ്ങൾ പാടില്ലാത്ത മാസമാണ്. ജൂതന്മാര് ആ മാസങ്ങളെ മാറ്റിമറിച്ചിരുന്നു. അല്ലാഹു മുഹറത്തിനെ പവിത്രമാക്കി യുദ്ധം ഹറാമാക്കിയ മാസമായപ്പോ ജൂതന്മാര് ആ മാസത്തിൽ യുദ്ധം ചെയ്തു. എന്നിട്ട് വേറെ മാസങ്ങളെ പകരമാക്കി. ഖുർആനിൽ കാണാൻ കഴിയും. 9-ാം അധ്യായം സൂറ തൗബയിലെ 37-ാമത്തെ വചനത്തിൽ ജൂതന്മാരുടെ തന്ത്ര കുതന്ത്രങ്ങളെ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. ഏതായാലും യുദ്ധപ്രേമികളായ യുദ്ധകുതിയന്മാരായ ആളുകൾക്ക് അല്ലാഹു തആല കാരുണ്യവും ഹിദായത്തും ലോകത്തു മുഴുവനും അല്ലാഹു തആല സമാധാനം നൽകുമാറാണ്. യുദ്ധമുണ്ടായപ്പോ നമ്മൾ അടുക്കളകൾ വരെ പ്രയാസപ്പെട്ടു. പ്രവാസികളായ ആളുകളൊക്കെയും പ്രയാസത്തിലാണ്. എത്രയോ കുടുംബങ്ങൾ ഫ്ലാറ്റുകൾ വഴി നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു.
ഇവിടെ വന്നാൽ എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിൽ അല്ലാഹു തആല സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കാൻ നമുക്കും പ്രവാസ ലോകത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾക്കൊക്കെ ശമ്പളം കുറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്കൊക്കെ ബിസിനസ്സുകൾ കുറഞ്ഞു. ഇവിടുത്തെ പോലെ തന്നെ അവിടെയും ചായക്കും നാരങ്ങ വെള്ളത്തിനൊക്കെ വില കൂടിയിട്ടുമുണ്ട്. അല്ലാഹു തആല സമാധാനപരമായ കിട്ടുന്ന വരുമാനം കൊണ്ട് സന്തോഷത്തോടെ കടമില്ലാതെ ജീവിക്കാൻ എല്ലാ മനുഷ്യർക്കും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശ്രദ്ധിക്കുക, അർബഅത്തുൽ ഹുറും, 4 മാസങ്ങൾ പവിത്രമാണ്. 4 മാസങ്ങൾ യുദ്ധം ഹറാമായ മാസമാണ്. അതാണ് 12 മാസങ്ങളെ നിശ്ചയിക്കുകയും അറബി കലണ്ടറിനെ നിശ്ചയിക്കുകയും അതിൽ 4 മാസങ്ങളെ പവിത്രമാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അത് വക്രതയില്ലാത്ത മതമാണ്, മതത്തിന്റെ അടയാളമാണ്. ആ പവിത്രമായ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യരുത്, ഒരാളെയും ഉപദ്രവിക്കരുത്, സംഘടനകൾ ഉണ്ടാകരുത്, നാട് നാടിനെ ആക്രമിക്കരുത്, അയൽവാസി ഉപദ്രവിക്കരുത്, ഒരു കടക്കാരൻ മറ്റേ കടക്കാരനെ പ്രയാസപ്പെടുത്തരുത്, രാജ്യങ്ങളെ ഉപദ്രവിക്കരുത്. അവനവന്റെ ഇതനുസരിച്ചുകൊണ്ട് ജീവിക്കട്ടെ. ഞാനാണ് വലിയവൻ എന്ന ചിന്ത ആർക്കും വേണ്ട. അള്ളയാണ് വലിയവൻ. ഏതു രാജ്യത്തിന് സമ്പൽ സമൃദ്ധി കൊടുത്താലും പടച്ചവനാ കൊടുക്കുന്നത്, കൊടുക്കാതിരിക്കുന്നതും പടച്ചവനാണ്. ആ ചിന്ത മതി. അതുകൊണ്ട് ഞാൻ ലോക പോലീസാണ്, അറബ് രാഷ്ട്രങ്ങളൊക്കെ എന്റെ കാൽ കീഴിൽ വരണം, സാധ്യമല്ല. അള്ള തീരുമാനിച്ചതുപോലെ ഈ ഭൂമിയിൽ നടക്കും. അതുകൊണ്ട് ആ പരിശുദ്ധമായ മാസങ്ങളിൽ നിങ്ങൾ അക്രമങ്ങൾ ചെയ്യരുത്, ആരെയും ഉപദ്രവിക്കരുത്, രക്തം ചിന്തരുത്, അമ്മമാര് നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങള് കരയാനിടവരരുത്, ഭർത്താവില്ലാതെ വിലപിക്കുന്ന വിധവകൾ ഉണ്ടാകരുത്. അത് ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. ആ മാസത്തിന്റെ പ്രത്യേകതയെ കാത്തു സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഇംഗ്ലീഷ് മാസം എന്ന് പരിശോധിക്കും, ഒരു സൂചന മാത്രം. ഇംഗ്ലീഷ് മാസങ്ങളിൽ 6 മാസങ്ങൾ പരസ്പരം കണക്റ്റഡ് ആണ്. 6 മാസങ്ങളിൽ പരസ്പര ബന്ധമുള്ള മാസങ്ങളാണ്. 1 മാർച്ച് 1-ാം തീയതി ശനിയാഴ്ചയാണെങ്കിൽ നവംബർ 1-ാം തീയതി ശനിയാഴ്ചയാണ്. അതെന്താന്ന് പിന്നെ പരിശോധിച്ചാൽ മതി. 6 മാസങ്ങൾ കണക്റ്റഡ് ആണ്. മാർച്ച് 1 ശനിയാണ്, എക്കാലഘട്ടങ്ങളിൽ മാറില്ല. നവംബർ 1 ശനിയായിരിക്കും. മറ്റൊന്ന് ഏപ്രിൽ 1-ാം തീയതി ചൊവ്വാഴ്ചയാണ്, മാറില്ല. ഏത് വർഷം തിരിഞ്ഞു വന്നാലും ഏപ്രിൽ 1 ശനി ചൊവ്വാഴ്ചയാണ്, ജൂലൈ 1 ചൊവ്വാഴ്ചയാണ്. അതുപോലെ തന്നെ സെപ്റ്റംബർ 1-ാം തീയതി തിങ്കളാഴ്ചയാണ്, ഡിസംബർ 1 തിങ്കളാഴ്ചയായിരിക്കും, മാറില്ല. ചിലത് 30 ഉണ്ട്, ചിലത് 31 ഉണ്ട്. എന്നാൽ അറബി മാസം മുഹറമിൽ തുടങ്ങും, ദുൽഹജ്ജിൽ അവസാനിക്കും. അറബി മാസത്തിന്റെ പ്രത്യേകത 29 അല്ലെങ്കിൽ 30, 31 ഇല്ല. ആ അറബി മാസം 29 ആകുന്നതും പിറയുടെ അടിസ്ഥാനത്തിലാണ്. അറബി 12 മാസങ്ങളും പിറയുടെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കപ്പെടുക. പിന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, നോക്കുന്നത് ഇബാദത്തുമായി ബന്ധപ്പെട്ട മാസം വരുമ്പോഴാണ്. റമദാൻ, മുഹറം, അതുപോലെ തന്നെ ദുൽഖഅദ, ദുൽഹജ്ജ് ഇബാദത്തുമായി വരുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ എല്ലാ അറബി മാസങ്ങളും പിറയുടെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുക. അല്ലാഹു പറഞ്ഞു 22-ാം അധ്യായം സൂറ അൽ ഹജ്ജിലെ 32-ാമത്തെ വചനം, അല്ലാഹു ചില
ചിഹ്നങ്ങളെ ആദരിച്ചിട്ടുണ്ട്, അവയെ നിങ്ങളും ആദരിക്കണം. മുഹറം മാസം ഇസ്ലാമിന്റെ ചിഹ്നമാണ്. സഫ, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും മർവയും അള്ളാന്റെ ചിഹ്നങ്ങളാണ്. നിങ്ങൾ ആദരിക്കണേ, നിങ്ങൾ ബഹുമാനിക്കണം. അതുപോലെ മുഹറമും ആദരിക്കേണ്ട മാസമാണ്. എന്തിനാണത്? ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് തഖ്വയുടെ അടയാളമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നത്. ഇനി മുഹറം മാസത്തിലും കല്യാണങ്ങൾക്ക് നല്ലതും ചീത്തയും അങ്ങനൊന്നില്ല. മുഹറം മാസത്തില് നിക്കാഹ് പറ്റുമോ? പറ്റും. മുഹറം മാസത്തിന് കച്ചവടം തുടങ്ങാൻ നല്ലതാണ്. ഇസ്ലാമിൽ അങ്ങനെ ഇന്ന ദിവസം നമ്മളുടെ മകൾക്കൊരു ആലോചന വന്നു, പരസ്പരം ധാരണയായി, ചർച്ചയായി, നമ്മൾ തീരുമാനിക്കുകയാണ് ഓഗസ്റ്റ് 20 ഞായറാഴ്ച. അപ്പൊ എന്താ ആദ്യം നോക്കുന്നത്? ഓഡിറ്റോറിയം ഉണ്ടായെന്നാണ്. അതാണ് ഇസ്ലാം. അവിടെ ഖത്തീബ് വേണ്ട, കണക്കിട്ട് നോക്കണ്ട, മഷിയിട്ട് നോക്കണ്ട, ആരെയും വിളിക്കണ്ട. ഈ രണ്ട് കൂട്ടർക്കും, ചെറുക്കന്റെ വീട്ടുകാർക്കും പെണ്ണിന്റെ വീട്ടുകാർക്കും അനുയോജ്യമായ ഓഡിറ്റോറിയം ഒഴിവുണ്ടോ അന്നാണ് കല്യാണം. അല്ല നല്ല ദിവസം ഇല്ല. നീ സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ? നിനക്ക് നല്ല ദിവസമാണ്. നീ രാവിലെ കടയിലേക്ക് കയറുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞോ, എന്നാ നിനക്ക് നല്ല ദിവസമാണ്. അതാണ് ഇസ്ലാം. അല്ലാതെ നല്ല ദിവസം മുഹൂർത്തം ഇസ്ലാമിലില്ല. അങ്ങനെ ആരെയും സമീപിക്കാനും പാടില്ല. ലോകത്തൊരു പുരോഹിതനും സമയം നോക്കാൻ അറിയില്ല. ഇസ്ലാമിക ജ്യോതിഷം ഇല്ല, കള്ളത്തരമാണ്, തട്ടിപ്പാണ്. അങ്ങനെ മറഞ്ഞുപോയ കാര്യം അറിയുമെങ്കിൽ ചോദിക്കട്ടെ, ലോകത്ത് മുഴുവനുമുള്ള കരഞ്ഞുപോയ നോക്കാനും നോക്കാനും അറിയുമെങ്കിൽ എന്റെ ആ 5 വർഷം മുമ്പാണ് പത്രമാധ്യമങ്ങളിലേക്ക് വന്നതാണ്. ആ ജ്യോതിഷിയുടെ മകള് ഇറങ്ങിപ്പോയി. എന്താ അയാൾക്ക് മുൻകൂട്ടി അറിയാൻ കഴിയാതിരുന്നത്? മറഞ്ഞ കാര്യം അറിയുന്നവൻ അല്ലാഹുവിന്റെ റസൂലല്ല. പഠിച്ചോ? വിശ്വസിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന് മറഞ്ഞ കാര്യം അറിയില്ല. ലാ ഗൈബ ഇല്ലല്ലാഹ്. മറഞ്ഞത് അറിയുന്നവൻ അല്ലാഹുവാണ്. നമുക്കുണ്ടാകുന്ന ഖൈറ് അള്ളയാണ്, നമുക്കുണ്ടാകുന്ന ഷർറ് അള്ളയാണ്. ഒരാൾക്കും അറിയില്ല. ഒരാളെയും കൈ നോക്കാൻ പോകണ്ട, ഒരാളെയും കണക്ക് നോക്കാൻ പോകണ്ട, ഒരു മന്ത്രവാദിയെയും സമീപിക്കണ്ട. അയാൾക്ക് അയാളുടെ പ്രയാസങ്ങൾ മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഹറം എന്നത് പവിത്രമാണ്. നഹസാണ് എന്ന് പറയല്ലേ, സ്വർഗ്ഗാണത്. ചില കലണ്ടറിലൊക്കെ ഉണ്ട് മുഹറം 9 നഹസ. എന്താ നോമ്പില്ലേ? ഉണ്ട്. അപ്പോഴോ മുഹറം 10 നഹസ, നോമ്പല്ലേ? അപ്പൊ നഹസ് ആകുമോ? നഹസ് എന്ന് പറഞ്ഞാൽ ശകുനത്തിന്റെ ദിവസം. എന്തു ശകുനം? എന്തു ശകുനം ഇസ്ലാമില് നമ്മൾ ഉണ്ടാക്കുന്നതാ. ഞാൻ ചോദിക്കട്ടെ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ശ്രദ്ധിക്കണേ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുളിക്കുന്ന സമയത്തിന് കോള് വന്നു. അപ്പൊ നോക്കിയപ്പോ 48% ചാർജ് ഉള്ളൂ. സ്വാഭാവികമാണ്. അത് കുത്തിയിട്ടിട്ട് കുളിക്കാൻ പോയി. ശ്രദ്ധിക്കണേ, ഉറങ്ങല്ലേ? അത് കുത്തിയിട്ടിട്ട് കുളിക്കാൻ പോയി. പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു, ഡ്രസ് ചെയ്തു, വേഗം ഇറങ്ങി, മൊബൈല് മറന്നു. സ്വാഭാവികം. അങ്ങനെ വണ്ടിയെടുത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഭാര്യ പുറകിൽ വിളിച്ചു. വിളിക്കൂലേ? വിളിക്കണം. ഭാര്യയുടെ കടമയാണ് മറന്നുപോയ മൊബൈൽ തരിക എന്നത്, അല്ലെ? ആണ്. അങ്ങനെ ഭാര്യ പുറകിൽ നിന്ന് വിളിച്ചു. ശകുനമാണോ? നല്ലതല്ലേ? അങ്ങനെ ആ മൊബൈലുമായി ഇറങ്ങിയാളെ പുറകിൽ നിന്ന് വിളിച്ചു. എന്താ വിളിച്ചുകൂടെ? എന്താ കുഴപ്പം? എന്റെ കുഴപ്പം എന്താണ്?
എന്തിനാണ് ഈമാൻ കളയുന്നത്? എന്തിനാണ് അന്ധവിശ്വാസം ഉണ്ടാക്കുന്നത്? ഒരാൾ പുറകിൽ നിന്ന് വിളിച്ചാല് തന്റെ ദിവസം കൊള്ളത്തിന് ആരാ പഠിപ്പിച്ചത്? നമ്മുടെ മുഅ്മിനീങ്ങളല്ലേ? അങ്ങനെ യാദൃച്ഛികമായി പോകുന്ന വഴി തെക്കേത്താളം കഴിഞ്ഞു, മാഞ്ഞാലിയും കഴിഞ്ഞു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോ സുബ്ഹാനല്ലാഹ്, വണ്ടിയുടെ ടയർ പഞ്ചറായി. ഭാര്യ പുറകിൽ വിളിച്ചുകൊണ്ടാണ് ടയർ പഞ്ചറായത്. അത് ശകുനമാണോ? അല്ല, അതന്ന് തീരുമാനിച്ചതാ. അതിനകത്ത് ഹൈറുണ്ടാകും. അങ്ങനെ വിശ്വസിക്കും. ഓരോ ദിവസത്തെയും സമയത്തെയും മാസങ്ങളെയും നഹ്സായി കാണരുത്. അവൻ ഇസ്ലാമല്ല, ശുർക്കാണത്, തനിച്ച കുഫ്രിയത്താണ്. അതിലേക്കാണ് മടങ്ങേണ്ടത്, ഇസ്ലാമിലേക്ക് മടങ്ങണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹറം മാസം വരുമ്പോ നിങ്ങൾ ഒരിക്കലും കാലങ്ങളെ കുറ്റം പറയരുത്, സമയങ്ങളെ കുറ്റം പറയരുത്, ദിവസങ്ങളെ കുറ്റം പറയല്ലേ. തീർച്ചയായും അല്ലാഹു അവനാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ, അവനാണ് ഭൂമിയെ സൃഷ്ടിച്ചവൻ, അവനാണ് സൂര്യനെ സൃഷ്ടിച്ചവൻ, അല്ലാഹുവാണ് ചന്ദ്രനെ സൃഷ്ടിച്ചവൻ, അല്ലാഹുവാണ് ആ സൂര്യനെ ഉദിപ്പിക്കുന്നവൻ, സമയങ്ങളെ നിശ്ചയിച്ചവൻ, സമയങ്ങളെ ക്രമീകരിക്കുന്നവൻ. അതുകൊണ്ട് നിങ്ങൾ സമയങ്ങളെയും ദിവസങ്ങളെയും കാലങ്ങളെയും മാസങ്ങളെയും വർഷങ്ങളെയും കുറ്റം പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനെയാണ് കുറ്റം പറയുന്നത്. ഇവർക്ക് ഈമാനില്ല എന്ന പ്രവാചകന്റെ വചനം ശരിയല്ലേ? ഈമാനില്ലാത്തതിന്റെ അടയാളമാണ്. ഉമ്മായി മരുമോളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മരുമകൾ നമ്മുടെ ഭാര്യയാണ്. സംസാരം മഗ്‌രിബിന് ശേഷമാണ്. മഗ്‌രിബിന്റെ ബാങ്ക് വിളിച്ച് നിസ്കാരം കഴിഞ്ഞാൽ 8:06 ഇശാ ബാങ്ക് വിളിക്കണം. വിളിച്ചേ പറ്റൂ, അല്ലേ? അത് രണ്ടാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വീടുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയം ഉമ്മ പറഞ്ഞു. മരുമകളായ നമ്മുടെ ഭാര്യ തലയാട്ടി. സ്ത്രീകളെ ശ്രദ്ധിക്കണേ. ആ ഉമ്മ പറയുന്ന സമയം 8:06. എന്ത് വിളിച്ചു? ഇശാ ബാങ്ക് വിളിച്ചു. അപ്പോ ഉടനെ ഉമ്മ കണ്ട ബാങ്ക് വിളിച്ചു. സത്യം. എന്ത് സത്യം? എന്ത് സത്യം? അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. പല്ല് ചെലച്ചു, അതിനെന്താ ചെലക്കണ്ടേ? പല്ലിയൊരു പ്രാണിയെ പിടിക്കാൻ വേണ്ടി ഓടി, അതിന്റെ പിടിവിട്ട് നമ്മുടെ ഡെസ്കിന്റെ പുറത്തേക്ക് വന്ന് വീണു. അശുഭം. എവിടെ നിന്ന് കിട്ടിയത്? വലത്തെ കൈ ചൊറിഞ്ഞാൽ പൈസ ചൊറിഞ്ഞോണ്ടിരുന്നാ പോരെ, അധ്വാനിക്കണ്ടല്ലോ. ഇതൊക്കെ എവിടെ നിന്ന് ആര് പഠിപ്പിച്ചു? ഏത് മതം പഠിപ്പിച്ചു? വലത്തെ കണ്ണ് ചൊറിഞ്ഞാൽ ഇടത്തെ കണ്ണ് ചൊറിഞ്ഞാൽ ചൊറിയണ്ടേ? പിന്നെ രാത്രി റൂഹാങ്ങളിൽ കരഞ്ഞ മരണം, സുബ്ഹാനല്ലാഹ്, അതിന് കരയണ്ടേ രാത്രി? ഇനി അഥവാ റൂഹാങ്ങളിൽ കരഞ്ഞുകൊണ്ടിരിക്കട്ടെ, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടും. ഇശാ നിസ്കാരം കഴിയുമ്പോ ഈ സാധനം കരയും. അതിന്റെ പേരെന്താ? മൂങ്ങ എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത്. അതിന്റെ പേരെന്താ? മൂങ്ങ. റൂഹാങ്ങളിൽ അങ്ങനെ കിളിയില്ല. ആ കരയുന്ന സാധനം പോവാന്ന ഉമ്മമാര് വിചാരിക്കും പോകാറായെന്ന്. ഇതൊക്കെ ഈമാൻ പോകും. അങ്ങനെ ഇശാകളിൽ കരഞ്ഞു. അപ്പോ സിറ്റൗട്ടില് കസേരത്തിരിക്കുന്ന ഉമ്മ പറഞ്ഞു, ദാ കിളി കരയുന്നുണ്ട്, എവിടെയോ മരണം സംഭവിക്കാനുണ്ട്, തിരുത്തണം. ഇനി അഥവാ അങ്ങനെ പറഞ്ഞു, പിറ്റേന്ന് രാവിലെ തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് കേൾക്കാം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊരു മരണ വാർത്ത കേട്ട ഉടനെ ഉമ്മ പറയും, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ റുഹാനിൽ കരഞ്ഞത് ആരോ മരിക്കുമെന്ന്. എന്തിന്? ഈമാൻ കളയല്ലേ സഹോദരനാണ്, ഈമാൻ നഷ്ടപ്പെടുത്തല്ലേ? ആ മരണവാർത്ത അള്ളാഹു നിശ്ചയിച്ചതാണ് അയാൾക്ക്. കിളി കരഞ്ഞത് കൊണ്ടല്ല, കാക്ക കരഞ്ഞത് കൊണ്ടല്ല അതിഥികൾ വീട്ടിലേക്ക് ഗസ്റ്റ് വന്നത്, അല്ലേ? കാക്ക എവിടെയെങ്കിലും നിന്ന് കരഞ്ഞ ഉമ്മ പറയും, ആരോ വീട്ടിലേക്ക് വരാനുണ്ട്. കാക്കക്കാര വഹി കൊടുത്തത് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്, ഒക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുകയാ.
കാക്ക കരഞ്ഞു പോയ ആരോ വരാനുണ്ട് വീട്ടിലേക്ക്. എന്തിന്? അതുപോലെയാണ് മുഹറം മാസവും. കൊള്ളാമോ? നല്ലതാണോ? കൊള്ളത്തില്ലാതെ ആര് പറഞ്ഞു? മുഹറം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പവിത്രം എന്നാണ്. അതുകൊണ്ടാ പറഞ്ഞത് ദിവസങ്ങളെ ചീത്ത പറയരുത്, നല്ലതും ചീത്തതും നിങ്ങൾ തീരുമാനിക്കരുത്. നല്ല ദിവസത്തിന് വേണ്ടി പുരോഹിതന്റെ അടുക്കൽ പോയി കണക്കിട്ട് നോക്കരുത്. മഷീട്ട് നോക്കുന്ന അറബി അധ്യാപകരെയും അറബി പണ്ഡിതരെയും പുരോഹിതനെ സമീപിക്കരുത്. അയാൾക്കറിയില്ല, അത് നിങ്ങളെ കബളിപ്പിക്കുകയാണ് 500ഉം 1000ഉം കിട്ടാൻ വേണ്ടി. അല്ല വേറെന്താ? രോഗത്തിന് വേണ്ടി അയാളെ മന്ത്രിച്ചു. അയാൾക്ക് രോഗം വന്നാലോ? അയാളുടെ ഭാര്യയ്ക്ക് രോഗം വന്നാലോ? ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിൽ കൂടെ അഡ്മിറ്റാണ്. അപ്പൊ ആരാ മണ്ടൻ? ചിന്തിക്ക്. ഈമാൻ കളയല്ലേ? ചിന്തിക്കാനുള്ള കഴിവല്ല തന്നിട്ടില്ലേ? കാലം വളരുന്നു, ടെക്നോളജി വളരുന്നു. നമ്മുടെ വിശ്വാസവും ആദർശവും ഒരു പുരോഹിതന്റെ മുമ്പിലും ഒരു മന്ത്രവാദിയുടെ മുമ്പിലും അടിയറ വെക്കരുത്. മാനസികമായ പ്രയാസമാർക്കെങ്കിലും ഉണ്ടായാൽ മാനസിക വിദഗ്ധനെ കാരണം മന്ത്രവാദിയെ കണ്ട് അടിക്കലല്ല, മന്ത്രിപ്പിക്കലല്ല. രോഗങ്ങൾക്ക് മന്ത്രമുണ്ട്, പ്രാർത്ഥനയുണ്ട്, അതുണ്ടാവണം. അതല്ലാതെ രോഗങ്ങൾക്ക് ചികിത്സിക്കാതെ, രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കാതെ മന്ത്രത്തിന്റെയും തന്ത്രത്തിന്റെയും പിന്നാലെയല്ല പോവേണ്ടത്. ഇസ്ലാമിനെ എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശകുനം നോക്കരുത്, സമയം നോക്കാൻ നിങ്ങൾ ആരെയും സമീപിക്കരുത്. അതേപോലെ മുഹൂർത്തങ്ങൾ നോക്കരുത്. നല്ലതും ചീത്തതും ദിവസങ്ങളും മാസങ്ങളും നിങ്ങൾ കണക്കാക്കരുത്. ഒക്കെ അല്ലാഹു തആല ഖൈറായി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, മൻ റദ്ദതഹു, ഒരാൾ മാറ്റിവെച്ചു, ഒരാൾ തടഞ്ഞു വെച്ചു. എന്റെ മകളുടെ കല്യാണം, ശ്രദ്ധിക്കണേ, ഒരാൾ മാറ്റിവെച്ചു മകളുടെ കല്യാണം. അതെന്താ? അത് മുഹറം 10 മുമ്പാ തീരുമാനിച്ചത്. അതൊരു ശകുനമുണ്ട്, നഹസാണെന്ന് പഴയ ഉസ്താദ് പറഞ്ഞു. മാഷാ അല്ലാഹ്, നഹസാണെന്ന് പറഞ്ഞു. അവിടെ കല്യാണം ഇങ്ങനെ തീരുമാനിക്കുമ്പോ ഓഡിറ്റോറിയം നോക്കി, ആ പറവൂര് ഇന്ന ഓഡിറ്റോറിയം ഒഴിവുണ്ട്, അപ്പൊ നടത്തിയേക്കാം. അത് മുഹറം 10 മുമ്പാണ്. അപ്പൊ വല്യമ്മ പറഞ്ഞു, ഒന്ന് പള്ളിയിൽ ഉസ്താദിനോട് ചോദിക്കണേ. അപ്പൊ ഗൾഫിലൊക്കെ പോയി കുറച്ച് അറിവുള്ള മകൻ പറഞ്ഞു, അതെന്തിനാണ് ഉമ്മ? ഉസ്താദിനോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് വിവേകമില്ല, ഇല്ലെന്ന് ചോദിച്ചേക്കണം. അങ്ങനെ നിർബന്ധമായി ചോദിച്ച ഉസ്താദ് പറഞ്ഞു, മുഹറം 1 മുതൽ 10 വരെ നഹ്സാൻ. അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ട് നിന്റെ മകളുടെ കല്യാണം മാറ്റിവെച്ചാൽ, നഹസിന്റെ പേരില് നീ മാറ്റിവെച്ചാൽ, നിന്റെ ആവശ്യങ്ങള് അവൻ മുശ്രിക്കായി. നിസ്സാരമല്ല. 500 പോയി 1000 പോയി മുശ്രിക്കുമായി. വിവേകമില്ല നമുക്ക്. ഇസ്ലാമിലേക്ക് മടങ്ങ്. ഇന്ന് ജൂൺ 19 വായനാ ദിനമാണെന്ന്, അല്ലെ? വായിക്കണം, ഖുർആൻ വായിക്കണം, വളരണം. ഖുർആൻ വായിച്ച് ചിന്തിക്കണം, അന്ധവിശ്വാസങ്ങളെ തൂത്തെറിയണം. വായിച്ചു വായിച്ചു വായിച്ച് നഹ്സുകളെ തിരിച്ചറിയണം, ശകുനങ്ങളെ വലിച്ചെറിയണം. വായിക്കുന്തോറും അറിവുണ്ടാകും. ആ അറിവ് പ്രകാശമായി മാറും. ആ പ്രകാശം ഖുർആനിലൂടെ തെളിഞ്ഞു നിൽക്കണം. ഒരു അന്ധവിശ്വാസങ്ങൾക്കും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഇടങ്ങളിൽ ഇടം നൽകാതിരിക്കുക. അതുകൊണ്ട് മുഹറം പവിത്രമായ മാസമാണ്. അതിനെ ആദരിക്കാനും ബഹുമാനിക്കാനും ശുദ്ധ ഖുർആൻ പറഞ്ഞ രൂപത്തിൽ അതിനെ കൊണ്ടു നടക്കാനും എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഒരുപാട് ചരിത്ര പ്രാധാന്യങ്ങളുണ്ട്. ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ ശഹ്ർ റമളാൻ. റമളാനിന് ശേഷം ഏറ്റവും പവിത്രമായ നോമ്പ്, സുന്നത്തായ നോമ്പ്, മുഹറത്തിലെ നോമ്പ് സുന്നത്താണ് കേട്ടോ, നിർബന്ധമല്ല. സിയാമു ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമെന്ന് വിശേഷിപ്പിച്ച മുഹറത്തിലെ 9ഉം 10ഉം നോമ്പാണ്. പിടിക്കണം, പിടിക്കാൻ പറയണം.
റമദാനിലെ നോമ്പ് കടമുള്ള ആളുകൾക്കും, സഹോദരിമാരെ ശ്രദ്ധിക്കണം, റമദാനിലെ നോമ്പ് കടമുള്ള ആളുകൾക്കും മുഹറത്തിലെ നോമ്പ്, ആ സുന്നത്തായ നോമ്പ് പിടിച്ചു വിടാം. ഇൻഷാ അല്ലാഹ് 9 വരുന്നത് 25-ാം തീയതി വ്യാഴാഴ്ചയും, മുഹറം 10 നോമ്പ് വരുന്നത് 26-ാം തീയതി വെള്ളിയാഴ്ചയുമാണ്. ആ നോമ്പ് സുന്നത്താണ്. ആ നോമ്പ് പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്താനും ആ മാസത്തെ ആദരിക്കാനും ശ്രമിക്കുക, ശ്രദ്ധിക്കുക. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله أصلي وأسلم على رسول الأنبياء والمرسلين والعاقبة للمتقين ولا عدوان إلا على الظالمين. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം നിലനിർത്തി തഖ്വയോടെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, കാലാവസ്ഥ മാറി പകർച്ച വ്യാധികളും മാറാരോഗങ്ങളും സകലമാന മനുഷ്യരെയും പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിലും മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല മാറാരോഗങ്ങളെ തൊട്ടും പകർച്ചവ്യാധികളെ തൊട്ടും എല്ലാ മനുഷ്യരെയും കാക്കുമാറാവട്ടെ. പ്രയാസപ്പെടുന്ന എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫ നൽകുമാറാവട്ടെ. ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ്, നിർബന്ധമായും പാലിക്കണം. ഒന്ന്, പകർച്ച രോഗങ്ങൾ കൂടുകയാണ്. രോഗ പ്രതിരോധ ശേഷി ഉണ്ടാകുന്ന ശുചീകരണം വീടുകളിൽ നടത്തണം, നിർബന്ധമാണ്. സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുന്ന ഭക്ഷണം, വെള്ളം കുടിക്കണം. കൊതുക് വളരാൻ ഇടം നൽകരുത്. ചിരട്ടയിൽ വെള്ളമുണ്ടെങ്കിൽ കമത്തണം. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളൊക്കെ വീടിന്റെ പരിസരങ്ങളിലുണ്ടെങ്കിൽ മക്കൾ കളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിൽ കൊതുക് മുട്ടയിടും, വളരും, ശ്രദ്ധിക്കണം. നിങ്ങളുടെ കടമയാണത്. കൊതുക് വളരാൻ ഇടം നൽകരുത്. അതുപോലെ തന്നെ കൊതുകിന്റെ കടി ശ്രദ്ധിക്കണം. പല ടൈപ്പുണ്ട്. ശരീരം പെട്ടെന്ന് പൊന്തുന്ന കൊതുകുകളുണ്ട്, പല രൂപത്തിലുണ്ട്. പ്രത്യേകിച്ച് പകൽ സമയങ്ങളിലെ കൊതുകിന്റെ കടി അപകടമാണ്, ശ്രദ്ധിക്കണം. ഇനി അഥവാ കൊതുക് കടിച്ചാൽ നഖം കൊണ്ട് മാന്തരുത്, നിർദ്ദേശമാണ്. നഖം കൊണ്ട് മാന്തിയാൽ ഷുഗർ, പ്രഷറൊക്കെ ഉള്ള ആളുകൾക്ക് അപകടങ്ങളാണ്. അതല്ലാത്ത രൂപത്തിൽ ഇത് പരിഹരിക്കണം. കൂടുതൽ ജാഗ്രത കുഞ്ഞുങ്ങൾക്കാണ്. പ്രസവിച്ച ഉടനെ 1 വയസ്സെത്താത്ത കുഞ്ഞുങ്ങളെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ 7 വയസ്സിന് താഴെയുള്ള മക്കളും, അതേപോലെ തന്നെ മുതിർന്ന പ്രായമുള്ള ആളുകളെ കൂടുതൽ ശ്രദ്ധിക്കണം. അവരെ നമ്മൾ കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം. രോഗം വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് തലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നാം അതിൽ പങ്കാളിയാവണം. നമ്മുടെ വാർഡിൽ മെമ്പർ വന്ന് അതിന്റെ ശുചീകരണം നടത്തുമ്പോൾ നമ്മൾ ഇറങ്ങണം, സഹായിക്കണം. കുറ്റപ്പെടുത്താനല്ല, നമ്മൾ കൂടെ നിന്നിട്ട് നമ്മുടെ വീടും പരിസരം റോഡും കാടൊക്കെ ഉണ്ടെങ്കിൽ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കി അവിടെ എന്ത് ചെയ്യണം? ശുചീകരണ പ്രവർത്തനങ്ങളിൽ നാമും അതിനകത്ത് ഉണ്ടാകണം. അതുപോലെ തന്നെ സഹോദരിമാരോട് ഭക്ഷണത്തിൽ ഈച്ച ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. തുറന്നു വെക്കരുത്. ഈച്ച ഇരിക്കുന്ന ഭക്ഷണം മക്കൾക്ക് കൊടുക്കരുത്, മുതിർന്നവർ കഴിക്കരുത്, അപകടമാണ്. ഈച്ച നമുക്കറിയാം, ഈച്ച, പല്ലി അപകടങ്ങൾ പിടിച്ച ജീവിയാണെന്ന് പ്രവാചക ഹദീസിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ വീട്, റോഡ്, വീടിന്റെ പരിസരം, മലമൂത്ര വിസർജന പരിസരങ്ങൾ ബ്ലീച്ചിങ് പൗഡർ ഇടണം.
പഞ്ചായത്തിൽ സമീപിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ കടയിൽ നിന്ന് കിട്ടും. വേഗം വേണം. ആ വീടിന്റെ പരിസരം മലമൂത്ര വിസർജനത്തിന്റെ ഭാഗങ്ങളിലൊക്കെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുക്കണം. മക്കളൊക്കെ കളിക്കുന്ന സ്ഥലങ്ങളാണ്, ഓടുന്ന സ്ഥലങ്ങളാണ്. രോഗം വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ മക്കൾ സ്കൂളിൽ നിന്ന് വന്നാൽ ഉടനെ സോപ്പിട്ട് കൈ കഴുകാതെ ഭക്ഷണം കൊടുക്കരുത്. ശ്രദ്ധിക്കണം. സ്കൂളിൽ നിന്ന് വന്നാൽ ഉടനെ ഭക്ഷണം കൊടുക്കരുത്. നന്നായി നല്ലതുപോലെ ഉളു ചെയ്യുന്നത് പോലെ, ഇങ്ങനെ ഉളു ചെയ്യാൻ ഉപയോഗിക്കുന്നത് പോലെ സോപ്പിട്ട് നന്നായി മക്കളുടെ കൈ കഴുകിയിട്ട് മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. തണുത്ത വെള്ളം ഈ മഴക്കാലത്ത് ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ഐസ്ക്രീം, അതേപോലെ തരത്ത ഭക്ഷണങ്ങൾ അതൊക്കെ ഒഴിവാക്കണം. രോഗങ്ങൾ കൂടാനും ആ രോഗങ്ങൾ വ്യാപിക്കാനും ഒക്കെ സാധ്യതകളുണ്ട്, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചുമ, പനി, ജലദോഷം, കഫക്കെട്ട്, തലവേദന, ശരീരവേദന തുടങ്ങിയ പ്രയാസങ്ങൾ ഉണ്ടായാൽ ഇരിക്കുന്ന മരുന്ന് ആരും കഴിക്കരുത്, മക്കൾക്ക് കൊടുക്കരുത്. പ്രത്യേകിച്ച് കഫ് സിറപ്പ്. ഇപ്പൊ പുതിയ നിർദ്ദേശം വന്നിട്ടുണ്ട്, ഇല്ലേ? ഡോക്ടറുടെ കുറിപ്പില്ലാതെ കഫ് സിറപ്പ് കൊടുക്കാൻ പാടില്ല. മുമ്പ് കഴിച്ചതാണ്, പറ്റില്ല. മുമ്പ് കഴിച്ചപ്പോ നല്ല മാറ്റം ഉണ്ടായി, കടയിൽ ചെന്ന് വാങ്ങരുത്. ഡോക്ടർ നിർദ്ദേശിച്ച് നിൽക്കുന്ന കഫ് സിറപ്പ് മാത്രമേ വാങ്ങി കുടിക്കാവൂ. ഇരിക്കുന്നത് ഡേറ്റ് ഉണ്ടെങ്കിൽ വേണ്ട. നമ്മളത് കൊടുത്തുകൊണ്ടിട്ട് രോഗം മാറ്റാൻ നിൽക്കണ്ട, അപകടത്തിലേക്ക് പോകും. ആ കുഞ്ഞിനുണ്ടായ കഫക്കെട്ട് എന്താണ് തിരിച്ചറിയണം, പനി എന്താണെന്നറിയണം, വയറിളക്കം എന്താണെന്നറിയണം, ഛർദി എന്താണെന്നറിയണം. നമ്മൾ സ്വയം ചികിത്സിക്കാതിരിക്കുക, മരുന്ന് കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ചുമയും പ്രയാസങ്ങളുള്ള ആളുകൾ പൊതു ഇടങ്ങളിലേക്ക് പോകുമ്പോ, പള്ളിയിലേക്ക് വരുമ്പോ മാസ്ക് ധരിക്കണം. നമ്മളായിട്ട് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കരുത്. നമ്മുടെ കുട്ടിക്ക് അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ, നല്ല പ്രയാസമാണെങ്കിൽ സ്കൂളിലേക്ക് അയക്കരുത്, മദ്രസയിലേക്കും അയക്കരുത്. അഥവാ അയക്കുന്നെങ്കിൽ മാസ്ക് ധരിച്ചുകൊണ്ട് അയക്കണം. അവൻ ചുമച്ചാൽ, പള്ളിയിലേക്ക് ഒരാൾ വന്ന് ചുമച്ചാൽ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാകരുത്. അറിയാലോ എത്ര ബാക്ടീരിയയാണ് പുറത്തേക്ക് ചാടുക ചുമക്കുന്ന സമയത്ത്, അതുപോലെ തുമ്മുന്ന സമയത്ത്. ഇതൊക്കെ ഇസ്ലാമിന്റെ മാർഗങ്ങളാണ്, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രോഗങ്ങളും പ്രയാസങ്ങളും വന്നാൽ തൊട്ടടുത്ത ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിൽ സമീപിക്കണം. ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലുണ്ട്, സമീപിക്കണം. ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുണ്ട്, അവിടെ സമീപിക്കണം. ഡോക്ടറെ കാണണം, നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം, രോഗങ്ങൾ പറയണം, മരുന്ന് കഴിക്കണം, വിശ്രമിക്കണം. ചൂടന് തിളപ്പിച്ചാറിയ വെള്ളങ്ങൾ നിരന്തരമായി കുടിച്ചുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ നെബുലൈസ് ചെയ്യണം. പ്രായമുള്ള ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, അവർക്ക് ശ്വാസമുട്ടലുണ്ടെങ്കിൽ ഒരു നെബുലൈസർ മെഷീൻ വീട്ടിൽ മേടിച്ചു വെക്കണം. രാത്രിയൊക്കെ പ്രയാസമുണ്ടായാൽ കൊണ്ടുപോകാൻ കഴിയില്ല. മരുന്നിനേക്കാൾ ഗുണകരമാണ് നെബുലൈസർ മെഷീൻ. അറിയാം നമുക്ക്, അതൊരെണ്ണം വീട്ടിലുണ്ടായിരിക്കണം. അതാദ്യം ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു പ്രയാസം മാറി കിട്ടാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങൾക്കും അങ്ങനെ തന്നെയാണ്, അത് വീട്ടിലുണ്ടാവണം. ആദ്യം ചെയ്യേണ്ട മരുന്ന് അതായിരിക്കണം. അതേപോലെ തന്നെ രാത്രിയിൽ പുകയ്ക്കണം. മഗ്‌രിബിന് മുന്നേ ജനലൊക്കെ അടച്ചിട്ട് കുന്തിരിക്കവും ചാമ്പ്രാണിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും, കൊതുകില്ലാതിരിക്കാനും ഈച്ചയില്ലാതിരിക്കാനും മറ്റു പ്രയാസങ്ങളില്ലാതിരിക്കാനും ഉപയോഗിക്കുന്ന എന്താണോ ഉള്ളത് അത് പുകയ്ക്കണം രാത്രിയിൽ വീടുകളിൽ. അതൊക്കെ അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ മാറാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ എന്ത് രോഗം വന്നാലും അതിനെല്ലാം മരുന്ന് കഴിക്കുകയും ക്ഷമയും തവക്കുലും ദുആയും ഓരോരുത്തർക്കും ഉണ്ടാകണം. രോഗം വന്ന് ചികിത്സിക്കലല്ല, രോഗത്തെ പ്രതിരോധിക്കാനുള്ള ആരോഗ്യവും ഇസ്ലാമികമായ സമീപനങ്ങളും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബ്. പകർച്ചവ്യാധിയിൽ നിന്ന് നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പള്ളി പരിപാലനം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നിങ്ങളുടെ സഹായം കൊണ്ടാണ് ഈ പള്ളി മുന്നോട്ട് പോകുന്നത്. അള്ളാഹു തന്ന സമ്പത്തിൽ നിന്ന് സഹായിക്കുക. റഹ്മാനായ റബ്ബ് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അർഹമുറാഹിമായ റബ്ബേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനെ. ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്.
അവർക്കെല്ലാം രോഗശമനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ റഹ്മാനെ. ഞങ്ങൾ വാഹനത്തിലും അല്ലാതെയും സഞ്ചരിക്കുന്നവരാ. ഞങ്ങളുടെ പിഞ്ചോമന മക്കൾ സ്കൂളിലേക്ക് വാഹനത്തിൽ പോകുന്നവരാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ആപത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കടങ്ങൾ വരുന്ന, കടങ്ങൾ കൂടുന്ന കച്ചവടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. കടമുള്ള ആളുകളെ പള്ളിയിലുണ്ട്. പടച്ചവനെ, എത്രയും വേഗം ആ കടങ്ങളെ വീട്ടാൻ, സലാമത്താകാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹു ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.